അത് കരുതി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ശിവേട്ടൻ വേറെ കല്യാണം കഴിച്ചെന്നോ? ഡെയ്സി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ആങ്ങളയ്ക്ക് കൂട്ട് പെങ്ങള് തന്നെയല്ലേ? സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന കല്യാണം അനുജത്തി അറിഞ്ഞേയില്ല. ഇനി ആശാനുകൾ ഞാൻ കാശ് തരില്ല കേട്ടോ. ഇപ്പൊ രാഘവ സാർ എന്നെ സംശയിച്ചില്ലയോ? ഇനി മുതൽ ഞാൻ വേറെ ആരുടെ അടുത്തും പൈസ കൊടുക്കില്ല. കൃത്യമായിട്ട് ഇവിടെ തന്നെ ഏൽപ്പിച്ചോളാം. അപ്പൊ എനിക്കെതിരെയുള്ള വിലക്ക് മാറിയല്ലോ. പണം കിട്ടിയ സ്ഥിതിക്ക് അപ്പൊ എന്റെ ഓട്ടോശ്രീയായിട്ട് പോവാലോ. ആശ്വാസമായി. ഇപ്പഴാ ജീവൻ തിരിച്ചു വീണേ. എടാ കമല, ഞാൻ ഇപ്പോഴും പറയുക, ബന്ധം വേറെ കാശ് വേറെ. കൃത്യമായിട്ട് വാടക തറാക്കി മാത്രം നീ ഓട്ടോ ഓടിയാ മതി കേട്ടാ. ദേ ഇനി എന്നെ കൊണ്ട് ഇത് നീ പറയിപ്പിക്കരുത്. താക്കോല് വന്ന് വാങ്ങിക്കടാ. എന്താ വിഷ്ണു? അച്ഛാ, ഞാനേ ഉടുപ്പിട്ടിട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോണം. ശരി അച്ഛാ. പിള്ളേ അടയറിയ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുക. കണക്ക് പിള്ളേ ഞാൻ പറഞ്ഞു. എന്താടാ? താങ്ക്സ്. കാശ് മനഃപൂർവ്വം മുടക്കിയതല്ല. രാഘവ സാറിന് കൊടുക്കാൻ വേണ്ടി വാടക കരുതി വെച്ചതാ. പക്ഷെ അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് കാശൊന്നും തികഞ്ഞില്ല. അടയ്ക്കാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോ അതടുത്തങ്ങ് അടച്ചു. മുടക്കണ്ടെന്ന് കരുതി. ഇവിടെ മറ്റെന്തെങ്കിലും വഴി കാണാന്ന് കരുതി. എടാ വിഷമിക്കാതടാ. എടാ കമല, നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ 100% അത് ഉൾക്കൊണ്ട് തന്നെ ഞാൻ ആ വിളി കേൾക്കുന്നത്. ഇങ്ങനൊരാവശ്യം വന്നാ നീ നിന്റെ വിഷ്ണു ആശാനോടായിരുന്നെങ്കിൽ കാശ് കടം ചോദിക്കുമായിരുന്നല്ലോ, ഇല്ലേ? ആ അധികാരത്തോടെ എന്താടാ നീ എന്നോട് ചോദിക്കാത്തത്? നീ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ കണ്ടിരിക്കുന്നേ? ഈ സൗഹൃദം എന്ന് പറയുന്നത് ചിരിച്ചും കളിച്ചും നടക്കുന്നതിനപ്പുറം ഇതുപോലുള്ള പരസ്പര സഹായങ്ങളും ഉണ്ടാവണം. എന്നാലേ സുഹൃത്തെന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ ഞാൻ കേൾക്കുന്നത് ഒരു ആത്മബന്ധത്തിന്റെ പുറത്താ. പോയിക്കോ, ചെല്ല്. ഷുഗർ ചെക്ക് ചെയ്യാൻ അമ്മച്ചിമാര് കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ നിന്റെ കോളേജുമാരികളും. വേഗം പോവാൻ നോക്കടാ. എടാ കമല, ഇതേ ശിവനല്ല, ഞങ്ങളുടെ വിഷ്ണുക്കുഞ്ഞ് തന്നെയാ. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട് പിള്ളച്ചേട്ടാ? അത് ശരിയാ. വിഷ്ണുക്കുഞ്ഞിന്റെ സ്ഥാനത്ത് ശിവൻ വന്നപ്പോഴാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായത്. താൻ ഏത് ദൈവത്തെ വിളിച്ചാണോ പ്രാർത്ഥിച്ചേ? കാര്യങ്ങളെല്ലാം സെറ്റായി. ഞാൻ ഉടനെ മധുരയ്ക്ക് പോവും. അത് പറയാനാ ഞാൻ വന്നത്. എന്താടോ ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടും തന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അല്ല, ഉടനെ പോകുന്ന ഓർക്കുമ്പോ പോകാതെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, അവിടെ ചെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഒരു വീടും വാടകയ്ക്ക് എടുത്തിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമല്ലോ. നമ്മുടെ രമണനും ചന്ദ്രികയും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. നമുക്ക് ലൈവിലേക്ക് പോകാം. റാണി, പ്രകാശ് മധുരയിലേക്ക് പോവുക. ഓ, അപ്പൊ കണ്ടന്റ് വിരഹമാ. എന്നാലും കുഴപ്പമില്ല, ഒരു സാഡ് മ്യൂസിക് ഒക്കെ കൊടുത്ത് നമുക്കങ്ങ് കൊഴുപ്പിക്കാം. എന്നാ പിന്നെ അഭിനയിച്ചോ. നല്ല സെന്റ് ഡയലോഗ് ഒക്കെ വേണം കേട്ടോ. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിട്ട് സംഗതി വൈറലാക്കിക്കോളാം. അത് ശരി. അപ്പൊ ഞങ്ങളെ വിറ്റ് കാശുണ്ടാക്കാൻ പോവാ? എന്നല്ല, കാലം എത്ര മാറിയാലും ആളുകൾക്ക് ഇഷ്ടം പ്രണയവും വിരഹമൊക്കെ തന്നെയാ. നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ആ നീർച്ചാലിക്കൂടി നീന്തി പോകുന്നവരും. അതെ, അങ്ങനെ അങ്ങ് ഒരുപാട് വൈറലാവാനൊന്നും ഞങ്ങളെ കിട്ടില്ല. കുറച്ചു ദിവസം കാണാണ്ടിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചു. ഓ, ഇങ്ങ് വന്നേ, വാ പറയട്ടെ. ആഹാ,
അത് കൊള്ളാലോ. വാ ഇരിക്ക. ആ. ഇനിയേ നമ്മുടെ കാര്യം പറ. അവിടെ പോയി ജോയിൻ ചെയ്ത് വീടെടുത്തിട്ട് ഉടനെ ഇങ്ങ് വരില്ലേ? പറഞ്ഞപ്പോ എളുപ്പമായി. പക്ഷെ ഇതിനൊക്കെ എത്ര സമയം വേണം? അത് റെഡിയാകുന്നവരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. മനസ്സിലായോ? പ്രകാശ് എല്ലാം ശരിയാക്കി പതുക്കെ വന്നാ മതി. അതുവരെ ഇവളിവിടെ നിൽക്കട്ടെ. അവളുടെ ഏട്ടൻ അതൊരു കൂട്ടാവില്ലേ? ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഞാൻ കൂടെ പോയാ ഏട്ടൻ വീണ്ടും ഒറ്റയ്ക്കാവും. എന്ന് വെച്ചാ നിനക്ക് പ്രകാശിന്റെ കൂടെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏട്ടനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എത്ര? 120. ശിവൻ എവിടെ? എനിക്ക് ശിവനെ ഇപ്പൊ കാണണം. ഏട്ടൻ പുറത്തെവിടെ പോയിരിക്കുക, വരാൻ വൈകും. വരട്ടെ, അവനെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്ങനെ എന്റെ കഴുത്തി താലി കെട്ടി എന്നെ പെരുവഴിയിലാക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാനുള്ള പരിപാടിയാണ് കാണിക്കുന്നെങ്കിലേ ഞാനത് തടയും. അത് കരുതി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ശിവേട്ടൻ വേറെ കല്യാണം കഴിച്ചെന്നോ? ഡെയ്സി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ആങ്ങളയ്ക്ക് കൂട്ട് പെങ്ങള് തന്നെയല്ലേ? സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന കല്യാണ അനുജത്തി അറിഞ്ഞേയില്ല? അപ്പൊ പിന്നെ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തായിരിക്കും? ദാ കാണ്. ഇത് ശിവേട്ടന്റെ കല്യാണമാണെന്ന് ആരാ പറഞ്ഞേ? അവിടെ കല്യാണം നടന്നെന്ന് പറഞ്ഞത് നേര്. പക്ഷെ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയോ? ഞങ്ങളുടെ കല്യാണം കൂടാൻ വന്നതാ കളക്ടറും ശിവേട്ടനും ഒക്കെ. അവരെ രണ്ടുപേരെയും ചേർത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് എന്തായാലും മോശമായി പോയി. ആ വീഡിയോ ഫേക്കാ. ഇതാ ഞങ്ങളുടെ കല്യാണ വീഡിയോ. ദാ ആ കമലൻ എന്നത് എടുത്തത് എന്തായാലും ഭാഗ്യമായി.